അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുട്ടികളും എന്ന ഒരു ഹെഡ്ലൈൻ ചരിത്രത്തിൽ നബിതങ്ങൾ നമ്മളൊക്കെ വായിച്ചപ്പോൾ ശ്രദ്ധിച്ച ഒരു ഹെഡിങ് ആയിരുന്നു. നബിതങ്ങളും കുട്ടികളും നബിതങ്ങളുടെ പ്രബോധനത്തെ പഠിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഹബീബ തങ്ങളുടെ പ്രബോധനത്തിൻ്റെ ആദ്യാന്ത്യം വരെ കുട്ടികൾ ഒരു പ്രത്യേക പ്രമേയം തന്നെയായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേക കാരണം സുസ്ഥിരമായ ഒരു സമൂഹത്തിൻ്റെ സംസ്ഥാപനത്തിന് കുട്ടികൾ വലിയ പങ്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ കുട്ടികളെ ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. നബിതങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ചിരുന്ന 2-3 ഘട്ടങ്ങൾ, ഒന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയായിരുന്നു. സമ്പൂർണ്ണമായ വിദ്യാഭ്യാസം എന്നത് നബിതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. കുട്ടികളിൽ അറിവ് നിറഞ്ഞെങ്കിൽ മാത്രമാണ് സ്വത്വബോധമുള്ള, സാംസ്കാരിക ബോധമുള്ള ഒരു സമൂഹത്തിനെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കൂ എന്നതാണ് നബിതങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ മദീന കേന്ദ്രീകരിച്ച് നബിതങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ട് തന്നെ ചെറുതും വലുതുമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ പടുത്തുയർത്താൻ നബിതങ്ങൾ വല്ലാതെ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ചരിത്രത്തിൽ കടന്നു വന്ന പണ്ഡിതന്മാരും ചരിത്രപുരുഷന്മാരും ഏറ്റവും അവസാനം ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉലമ ആക്ടിവിസത്തിൻ്റെ എല്ലാം കാരണം നബിതങ്ങൾ പകർന്നു നൽകിയ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ആശയങ്ങളായിരുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്നുകൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ നബിതങ്ങൾ ചിന്തിക്കാൻ കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ നബിതങ്ങളുടെ കാരുണ്യമായിരുന്നു. കുട്ടികളോട് അതിരറ്റ കാരുണ്യവും വാത്സല്യവും കാണിച്ചിരുന്ന ആളാണ് നബിതങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, സ്വന്തം മക്കളെ ഒരുപക്ഷെ ചേർത്ത് പിടിക്കുക എന്ന് നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കും. അപരൻ്റെ മക്കളെ അല്ലെങ്കിൽ അന്യൻ്റെ മക്കളെ സ്വന്തത്തോട് ചേർത്ത് പിടിക്കുകയും അവർക്ക് നമ്മളുണ്ട് എന്ന ഒരു വലിയ സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനം അവർക്ക് നൽകുക എന്നത് നബിതങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ വായിച്ചതാണ്. ആരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു പ്രിയപ്പെട്ട ബാലനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി, മോനെ ഇത് ആയിഷ ഉമ്മ നിൻ്റെ ഉമ്മയാണ്, ഞാൻ നിൻ്റെ ഉപ്പയാണെന്ന് പറയാൻ മാത്രം കാരുണ്യത്തിൻ്റെ പരമകാഷ്ഠ എന്ന് പറയാം. അത്രത്തോളം ഒരന്യൻ്റെ മകനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പുതിയ മാതൃകകൾ കാരുണ്യത്തിന് വെട്ടിത്തുറന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ഹബീബായ നബിതങ്ങൾ. നോക്ക് നിങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് കാണിച്ച ഏറ്റവും നല്ലൊരു സമീപനമാണ് കാരുണ്യത്തിന് നമ്മൾ കാണുന്നത്. ഹബീബായ തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫായി അനസ് റളിയല്ലാഹു അൻഹു, കേവലം 10 വയസ്സ് മാത്രം പ്രായമുള്ള അനസ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കുമ്പോൾ നബിതങ്ങൾക്കൊരാശങ്കയും ഉണ്ടായിരുന്നില്ല. മറിച്ച് വരാൻ പോകുന്ന പുതിയ തലമുറക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വലിയ ഒരു പ്രതീക്ഷയായിരുന്നു നബിതങ്ങൾ അതിലൂടെ നൽകിയത്. ചെറിയ കുട്ടികളാണെങ്കിലും ആലോചിക്കുവാനും ചിന്തിക്കുവാനും സമൂഹത്തിൻ്റെ വിഷയങ്ങൾ ഇടപെടാനുള്ള കഴിവും പ്രാപ്തിയും നിങ്ങൾക്കുണ്ട് എന്ന ഒരു മഹത്തായ സന്ദേശമായിരുന്നു അനസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക. മയക്കുമരുന്നും ഡ്രഗ്സ് ഉപയോഗവും നബിതങ്ങൾ വല്ലാതെ നിയന്ത്രിച്ചിരുന്നു. കുട്ടികൾ മയക്കുമരുന്നിൻ്റെ ഉപയോക്താക്കളാവാൻ പാടില്ല. മയക്കുമരുന്നിൻ്റെ എന്തെല്ലാം ഉൽപ്പന്നങ്ങളുണ്ടോ അതെല്ലാം പാടെ ഒഴിവാക്കുക എന്നതായിരുന്നു നബിതങ്ങൾ കണ്ട ആശയം. ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മൾ ഓപ്പറേഷൻ തുഫാൻ നമ്മൾ വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് സമൂഹത്തിലേക്ക് നൽകിയ മയക്കുമരുന്ന് വിഭാടനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സന്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ നബിതങ്ങളുടെ പ്രബോധന കാലത്ത് നബിതങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു കുട്ടികൾ എന്നുള്ളത്. കുട്ടികളെ മാറ്റി നിർത്തി ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു പ്രബോധനം നബിതങ്ങൾക്കുണ്ടായിരുന്നില്ല. ആ കാലത്ത് നബിതങ്ങളുടെ ചുറ്റുവട്ടത്ത് ജീവിച്ചിരുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആൾ നബിതങ്ങളായിരുന്നു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും നമുക്ക്. സ്വന്തം ബാപ്പയേക്കാൾ അല്ലെങ്കിൽ സ്വന്തം ഉമ്മയേക്കാൾ അന്ന് ജീവിച്ചിരുന്ന കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്നിരുന്നത് ഹബീബായ തങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാനായിരുന്നു. കുട്ടികൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം നബിതങ്ങൾ കണ്ടാൽ അവിടെ നബിതങ്ങൾ ചെല്ലുകയും അവരോടൊപ്പം തമാശകൾ പറഞ്ഞിരിക്കുകയും അവരോട് സലാം പറഞ്ഞിരിക്കുകയും അവരോട് കുശലാന്വേഷണം നടത്തുകയും ചെയ്യുക എന്നത് നബിതങ്ങളുടെ ഒരു ഹോബിയായിരുന്നു. മുതിർന്നവർ ഒരു പക്ഷേ കുട്ടികളെ ശ്രദ്ധിക്കുക എന്നത് പുതിയ കാലത്ത് നമ്മൾ വല്ലാതെ കാണാതിരിക്കുകയാണ്. എന്നാൽ നമ്മൾ എത്ര വലുതായാലും കുട്ടികളെ അവരെ കൃത്യമായി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പുതിയ തലമുറയിൽ പ്രശ്നങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാത്ത ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ സാധിക്കുമെന്നത് നബിതങ്ങൾ നമുക്ക് നൽകിയ ആശയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമാണ്. അങ്ങനെ നബിതങ്ങൾ
കുട്ടികളോട് കാണിച്ച സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വൈജ്ഞാനികമായ സന്ദേശങ്ങളുടെയുമൊക്കെ ആ ഒരു കാഴ്ചപ്പാടാണ് പുതിയ കാലത്ത് ഇസ്ലാമിക പ്രബോധകരായി അറിയപ്പെടുന്ന ഉലമാക്കൾ ഇന്ന് കേരളത്തിലും ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പുതിയ മക്കളെയും പുതിയ തലമുറയെയും ഭാവിയിൽ ഉപകരിക്കുന്ന തലമുറയായി മാറ്റിത്തരുമാറാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.